വാമോനെ, ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. ഇനി നിനക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. ഡാഡി, പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ നിയമം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സത്യവും നീതിയും ആദർശ ധീരതയും എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്റെ അച്ഛന്റെ വാക്കുകളിലൂടെയാണ്. എന്റെ മകൻ എന്നെക്കാൾ വലിയവനാകണം. കർത്തവ്യ നിർവഹണത്തിന് വ്യക്തിബന്ധങ്ങൾ ഒരിക്കലും തടസ്സമാകരുത്. ഡാഡിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ മർഡർ കേസിന്റെ അന്വേഷണത്തിന് ഞാൻ പുറപ്പെട്ടത്. പക്ഷേ ആ കേസിലെ കുറ്റവാളിയായി എന്റെ ഡാഡിയെ തന്നെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോ... ജയദേവൻ, നീ അഡ്വക്കേറ്റ് രാജശേഖരൻ നായരുടെ മകനാണ്. നീ ഒരിക്കലും ഭീരുവാകാൻ പാടില്ല. Come on, arrest me. ക്യാബ് ആർട്ടിസ്റ്റ് ഡോളിയെ കൊല ചെയ്ത കുറ്റത്തിന് അഡ്വക്കേറ്റ് രാജശേഖരൻ നായരെ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. You are under arrest. എനിക്കൊരു അപേക്ഷയുണ്ട്. ഡോളിയെ കൊന്നത് ഡാഡിയാണെന്നുള്ളതിന് എല്ലാ തെളിവുകളും കിട്ടിയിട്ടും ഞാൻ എന്റെ കർത്തവ്യം ചെയ്തില്ല. എന്റെ അനിയത്തിന് വിവാഹം കഴിയുന്നവരെ ഡാഡി എന്നോട് സമയം ചോദിച്ചു. ഒരു മകന്റെ മനസ്സായിരുന്നു എന്നെ അതിന് പ്രേരിപ്പിച്ചത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്തമില്ലായിയാണത്. നിയമം കൈയാളുന്ന ഒരു പോലീസ് ഓഫീസർ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാൾ ഡിപ്പാർട്ട്മെന്റിന് കളങ്കമാണ് സർ. എന്റെ രാജിക്കത്ത്. നോ മിസ്റ്റർ ജയൻ, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. കുറ്റം ചെയ്തത് സ്വന്തം അച്ഛനാണെന്ന് അറിഞ്ഞിരുന്നിട്ട് പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കാണിച്ച ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളെപ്പോലുള്ളവർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അഭിമാനകരമാണ്. ഐ കൺഗ്രാറ്റുലേറ്റ് യു. നിന്നെപ്പോലെ ആദർശധീരായ പോലീസ് ഓഫീസേഴ്സിനെയാണ് നമ്മുടെ നാടിന് ആവശ്യം. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഡാഡി, കരയരുത്. എന്നെക്കാൾ കരുത്തനായ എന്റെ മോൻ ഈ വീട്ടിലുണ്ട്. മോനെ, നിന്റെ അമ്മ പാവമാണ്. അവൾ ഒരിക്കലും ദുഃഖിക്കരുത്.